പ്രിയപ്പെട്ടവരെ, വേറൊരു മോഷണത്തിന്റെ കഥ വരുന്നുണ്ട്. പാലക്കാട് നിന്നാണ്. പാലക്കാട് ആലത്തൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയുടെ കഴുത്തിൽ നിന്നും മാല മോഷ്ടിച്ചു. വീട്ടിൽ അതിക്രമിച്ച് കയറിയായിരുന്നു മോഷണം. കുനിശ്ശേരി ചുണ്ണാമ്പുതറ രത്നവല്ലി എന്ന വൃദ്ധയുടെ കഴുത്തിലെ 3 പവന്റെ മാലയാണ് മോഷ്ടിച്ചത്. 2 പേർ വൃദ്ധയെ ബലമായി പിടിച്ചു നിർത്തി മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. ഇക്ബാൽ അറക്കൽ സ്ഥലത്തുണ്ട്. ഇക്ബാൽ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ആരും ഇതൊന്നും കണ്ടില്ലേ? എന്തെങ്കിലും സൂചനകളുണ്ടോ ഈ പ്രതികളെ കുറിച്ച്? തൊട്ടടുത്ത് CCTV-യോ മറ്റോ? അരുൺകുമാർ, പാലക്കാട് കുനിശ്ശേരിയിലുള്ള ചെങ്കാരം എന്ന് പറയുന്ന മേഖലയാണ് ഇത്. ഒരു നെൽപ്പാടങ്ങളെല്ലാം നിറഞ്ഞിട്ടുള്ളൊരു മേഖലയാണ്. ആ നെൽപ്പാടങ്ങൾക്കിടയിലുള്ള ഒരു വീട്. ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഈ രത്നവല്ലി എന്ന് പറയുന്ന 79 വയസ്സുകാരിയായിട്ടുള്ള അമ്മ താമസിക്കുന്നത്. ആ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇന്നലെ രാത്രിയിലാണ് 2 മോഷ്ടാക്കൾ ഈ വീട്ടിലേക്ക് എത്തുകയും അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്ത ആ അമ്മ അതിൻ്റെ വിഷമത്തിലാണുള്ളത്. അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രത്നവല്ലി അമ്മ, എപ്പോഴാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്? രാത്രി 8 മണിയായി. 8 മണി. അമ്മ വീടിനകത്ത് വീടിനകത്ത് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിൽ കൂടെ വന്ന് ആദ്യം എൻ്റെ വായ പൊത്തി. ഒരുത്തൻ വായ പൊത്തി പിടിച്ച്, അപ്പോൾ ശബ്ദം ഒടുക്കി വരില്ലല്ലോ. അപ്പം എനിക്ക് പരിഭ്രമമായി. എന്താ സംഭവിക്കണ ഒരു പിടികിട്ടിയില്ല. പിന്നെ പിടയ്ക്കും. പിന്നെ അങ്ങനെ ഞാൻ ചേർന്ന് വീണപ്പോൾ പിന്നെയും അവൻ വായ പൊത്തി പിടിച്ചു. എന്നിട്ട് വേറെ അടുത്തുള്ളവനോട് പറഞ്ഞു ചങ്ങല പൊട്ടിക്കുന്നു. അപ്പോൾ അവൻ പൊട്ടിച്ചു. വേഗം പൊട്ടിക്കാൻ കിട്ടിയത് അവർ എന്നെ വേറെ ഒന്നും ചെയ്തില്ല, ഒന്നും ഉപദ്രവിച്ചു, ഒന്നുമില്ല. അങ്ങനെ ഓടി. ആ, കിട്ടിയതും പറന്നു വിടുന്നു. അല്ല, ഞാൻ ഓടിയിട്ടില്ല. ഞാൻ ഫ്രീ ആയല്ലോ. വായ ഫ്രീ ആയപ്പോൾ ഞാൻ അടുത്ത വീട്ടുകാരേക്ക് വിളിക്കുമ്പോഴേക്കും അവർ ഓടി. അവരൊന്നും പിന്നെ മുഖം മറച്ചിട്ടില്ല. മുഖം കണ്ടു, പക്ഷെ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല മുഖം. തലയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. തലയിൽ കെട്ടിയിരുന്നു. ഇല്ല, ഒരുത്തനെ കെട്ടിയിട്ടുള്ളൂ. യുവാക്കളാണ്, ചെറിയ പ്രായമാണ്. ഒരു 30 വയസ്സ്, 40 വയസ്സാവില്ല, അത്രേ ആവുള്ളൂ. അങ്ങനെ പോയി. അവർക്ക് കിട്ടിയപ്പോൾ അവർ അതും കൊണ്ട് പോയി. പിന്നെ ഇവിടെ നിന്നില്ല. പിന്നെ ഞാൻ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. പോലീസും വന്നു. അങ്ങനെ പിന്നെ എന്നെ ആദ്യം ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പ്രഷറൊന്നുമില്ല. പിന്നെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അമ്മ പരാതി കൊടുത്തപ്പോൾ പോലീസ് അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നമ്മുടെ സാധനം നമ്മുടെ കയ്യിലെത്തിക്കുക, ഒന്നും ബേജാറാവണ്ട പറഞ്ഞു. ആ സമാധാനത്തിൽ ഞാൻ ഇരിക്കണം. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പേടി തോന്നിയിട്ടില്ല മനസ്സിന്. ഇത് കുറേ കൊല്ലമായിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ടായിട്ടേ ഇല്ല. ആദ്യമായിട്ടുള്ള അനുഭവമാണ്. ആദ്യമാണ്. ഇക്ബാൽ, ഈ രത്നവല്ലിയുടെ മക്കളൊക്കെ എവിടെയാ? സ്ഥലമൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സുഖമായി ഇവിടെ കുടുംബത്തോടെ. ഈ മക്കള് 4 പേരും പുറത്ത് ജോലിയിലാണ്? അതെ, 4 പേരും ഇവിടെ. ഇടയ്ക്ക് വരും, കുറച്ചിരിക്കും, പോകും. അങ്ങനെ കഴിഞ്ഞു പോയി. മതി കുട്ടി. ഇതാണ് അമ്മയുടെ പ്രതികരണം. അരുൺകുമാർ, വളരെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്, ഏക്കർ കണക്കിന് നെൽപ്പാടമാണ്. ആ നെൽപ്പാടത്തിനിടയിലാണ് രത്നവല്ലി അമ്മയുടെ വീടുള്ളത്. ഈ വീടിന് പിറകുവശത്ത് പിന്നീട് ചെറിയ മറ്റ് വീടുകളുണ്ട്. ഈ വീടിന് സമീപത്തുള്ള ഒരു മതിൽ ചെറുതായി പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ പൊളിഞ്ഞു കിടന്ന വഴിയിലൂടെയാണ് ഈ മോഷ്ടാക്കൾ ഈ വീട്ടിലേക്ക് വന്നതെന്നുള്ളതാണ് അമ്മ സംശയിക്കുന്നത്. വീടിൻ്റെ പുറകുവശത്തുകൂടെ വരുന്നു. അമ്മയെ പിന്നീട് വായ പൊത്തിപ്പിടിക്കുന്നു. അമ്മ ആ ചെയറിലേക്ക് വീണ സമയത്ത് പിന്നീട് കൂടി ഉണ്ടായിരുന്ന ആളോട് ആ മാല പൊട്ടിച്ച് പോകാൻ പറഞ്ഞു. ആ മാല പൊട്ടിച്ച ശേഷം പിന്നീട് 2 പേരും പോവുകയായിരുന്നു. ഏതായാലും രത്നവല്ലി അമ്മ നൽകിയ പരാതിയിൽ ആലത്തൂർ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ CCTV-കളൊന്നും അങ്ങനെ ഇല്ല. എന്നാലും ആ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുകയും അതുപോലെ തന്നെ സംശയം തോന്നുന്ന ആളുകളെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടും ഇപ്പോൾ ആലത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് അമ്മയുടെ മാല മോഷ്ടിച്ചവരെ പിടികൂടി ആ അമ്മയ്ക്ക് ആ മാലയെങ്കിലും തിരിച്ചു കൊടുക്കുക. അത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതേ കാര്യം
അപ്പോൾ ആ സ്വത്തിനൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷേ എന്നാൽ പോലും വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഒറ്റയ്ക്കാണ് താമസിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, സ്വർണ്ണത്തിനൊക്കെ വില കൂടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാലയൊക്കെ ഒന്ന് ഊരി വെച്ച് നിൽക്കുക. പുറത്ത് പോകുന്ന സമയത്താണെങ്കിലും ശരി, കുറച്ച് നാൾ ഇത്തിരി ഡ്യൂപ്ലിക്കേറ്റ് മാലയൊക്കെ ഇട്ടുകൊണ്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല. പിടിച്ചുകൊണ്ട് പോകുന്നൊരു പറ്റിക്കപ്പെടട്ടെ, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടുകൊണ്ട് പോവുക. ചില സമയത്ത് സ്വർണ്ണത്തേക്കാൾ നല്ലത് സ്വർണ്ണത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും.